Where is the leader of opposition of? ഇവൻ പിണറായി വിജയനെ രാജിവെപ്പിക്കാൻ നടന്നു അവസാനം ഇവൻ രാജിവെച്ച് ജയിലിൽ കിടക്കേണ്ട അവസ്ഥയാണിപ്പോൾ. Stated over the issue of the whale ഹായ് എവരിവൺ, ഇന്ത്യ ഈസ് മൈ കൺട്രി റൈമിൻ്റെ പുതിയ ഇംഗ്ലീഷ് പ്രസംഗം വന്നിട്ടുണ്ട്. ഓക്കെ, എൻ്റെ പൊന്നു റൈമെ, കഴിയാത്ത പണിക്ക് എന്തിനാണ് പോകുന്നത്? റൈമിനുള്ള മറുപടിയാണ് നമ്മളിന്ന് കൊടുക്കാൻ പോകുന്നത്. അതിനുശേഷം ഒരു പെണ്ണ്, ഒരു യുവതി പിണറായി വിജയൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണോ അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കളിയാക്കുകയാണ്. അതിനുശേഷം പിണറായി വിജയനെ പൊക്കി പറയുകയാണ്. ബോധമുള്ള ആരെങ്കിലും ആ പെണ്ണ് പറയുന്നത് വിശ്വസിക്കോ? ആ പെണ്ണിന് വരുന്നത് നെഗറ്റീവ് കമൻ്റാണ്. ആ പെണ്ണിൻ്റെ തന്തക്കും തള്ളക്കും എല്ലാവരും തെറി വിളിക്കുന്നുണ്ട്. പക്ഷേ ആ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അതായത് ബോധമുള്ള ആരെങ്കിലും പിണറായിയെ പൊക്കി പറയോ? ഇത്തിരി, അതായത് ചോറ് കഴിക്കുന്ന ബുദ്ധി ഉണ്ടെങ്കിൽ പിണറായി വിജയനെ പൊക്കി പറയോ? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് ഒരു 500 രൂപ കൊണ്ടുപോയാൽ എന്തെങ്കിലും സാധനം കിട്ടുന്നുണ്ടോ? എന്ത് ഭരണമാണ് പിണറായി വിജയൻ ഭരിക്കുന്നത്? ആ പെണ്ണിനുള്ള ചുട്ട മറുപടി ഞാനിന്ന് കൊടുക്കുന്നുണ്ട്. ആദ്യം റൈമിൻ്റെ ഇംഗ്ലീഷ് നമുക്ക് കേൾക്കാം. ഓക്കെ, അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. ചാനൽ ഒന്ന് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം പിണറായി വിജയൻ നടത്തുന്ന വൃത്തികേട് ആരും വിളിച്ച് പറയുന്നില്ല. പേടിച്ചിട്ടാണ്, വെട്ടിക്കൊലപ്പെടുത്തും, അങ്ങനെയൊക്കെ പേടിയാണ്. എനിക്ക് പേഴ്സണലി അങ്ങനെ പേടിയൊന്നുമില്ല. പിണറായി വിജയൻ നടത്തുന്ന വൃത്തികേട് ഞാൻ വിളിച്ച് പറയും. ഓക്കെ, അപ്പോൾ ആദ്യം 3 വർഷം മുമ്പ് റൈം പറഞ്ഞ ഇംഗ്ലീഷിനെ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നതാണ്. അതിനുശേഷം ഇന്ന് രാവിലെ റൈം ഇംഗ്ലീഷിൽ വീണ്ടും ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. അതിനെയും കൂടി നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഈ പറയുന്ന യുവതിക്കുള്ള റീപ്ലൈ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം റൈമിൻ്റെ തീപ്പൊരിയായിട്ടുള്ള ഇംഗ്ലീഷ് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, stated over the issue. Sir, India is a land of pluralism. എന്തിസം? പ്ലൂറലിസം? എന്തിസം? എന്താണ് റൈമെ പറയുന്നത്? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. Pluralism is the soul and heart of our constitution and our country. എന്തോ വലിയൊരു കാര്യം പറയുന്നതാണ്, പക്ഷെ ആർക്കും മനസ്സിലാവുന്നില്ല. റൈമിന്റെ അടുത്തുള്ള ചങ്ങായി ഉറങ്ങുകയാണ്. ഇത് കേൾക്കുന്ന സ്പീക്കറിന് എന്താണ് റൈം പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. റൈം തന്നെ ഐഡിയ ഇല്ല എന്താണ് ഇത് പറയുന്നതെന്ന്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. Sir, this is very highly controversial issue. The RSS people, the Sangha Parivar, most often they has been using this issue as a political tool, mere political tool. എന്താണ് റൈമിന് എന്തോ വലിയൊരു കാര്യം പറയുന്നതാണ്. പൊളിറ്റിക്കൽ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് റൈമേ? മലയാളത്തിൽ പ്രസംഗിച്ചൂടെ റൈമേ? എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇത്? കേൾക്കുന്ന ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് ഇംഗ്ലീഷ് ആണോ അല്ല വേറെ എന്തെങ്കിലും ഭാഷയാണോ? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. Sir, my humble request is that this house, you so many times you mentioned here regarding the credibility and integrity of this house. Sir, I would like to underline. എന്ത് ലൈന്? അണ്ടർലൈനാ? ഇതിന് ഒന്നെനക്ക് മനസ്സിലാവുന്നുണ്ട്. സാറ് നടക്ക് വിളിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ എന്താണ് റൈമേ? ഓക്കെ, ബാക്കിയും കൂടി കണ്ടു നോക്കാം. Your own way regarding the integrity of this house. Sir, we should keep our integrity in this house, and we should not take a political card in this house. Sir, once again I would like to remember this honor. എൻ്റെ പൊന്നു റൈം, എത്ര കുറയാണ് സാറെന്നൊക്കെ വിളിക്കുന്നത്? പൊളിറ്റിക്കൽ സാറ്. എന്താണ് റൈം? എന്തോ വലിയൊരു കാര്യം പറയുന്നതാണ് പാവം. പക്ഷെ ഒന്നും ആർക്കും മനസ്സിലാവുന്നില്ല. എന്താണ് ഉദ്ദേശിച്ചത്? ആരോ എഴുതി കൊടുത്തത്, അതായത് മലയാളത്തിൽ ഇംഗ്ലീഷ് എഴുതി കൊടുത്തതാണ്. ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് റൈം. എന്താണ് റൈമേ? കയ്യുന്ന പണിക്ക് പോയിക്കൂടെ? ഇല്ലെങ്കിൽ മലയാളത്തിൽ സ്പീച്ച് ചെയ്തൂടെ? ഓക്കെ, റൈം പറയുന്ന നമുക്ക് റൈമിന്റെ പ്രസംഗം കേൾക്കാൻ രസകരമാണ്. അതുകൊണ്ട് ബാക്കിയും കൂടി കേട്ട് നോക്കാം. House and all of us, our members, India is a land of pluralism. എന്ത് പറഞ്ഞ? ഇന്ത്യ ഈസ് ലാർജസ്റ്റ് പ്ലൂറലിസം. എന്താണ് റൈം ഉദ്ദേശിക്കുന്നത് റൈമേ? ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. India is the largest country of the world. ഇന്ത്യ എന്തോ വലിയൊരു കൺട്രി, അങ്ങനെ എന്തോ അല്ലേ ഇതിന്റെ അർത്ഥം? അങ്ങനെ എന്തോ പറഞ്ഞതാണ്. എന്തോ കക്കൊക്കെ ചെയ്യുന്നുണ്ട് റൈമിന്. എന്താണ് റൈമ നിനക്ക് സംഭവിച്ചത്? ഈ റൈമാണ് ഇന്ന് രാവിലത്തെ റൈമിന്റെ ഒരു പ്രസംഗം ഉണ്ട്. അത് ഞാൻ വെച്ച് തരാം, കുറച്ച് കൈയിട്ട്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. India is the largest country of the world, largest democratic country, largest secularist country, and also we have to pay and we have to
we have to memorize our freedom fighters. ഈ ഒരു സ്പീക്കറിന്റെ ഒരു അവസ്ഥ ഇതൊക്കെ കേൾക്കുന്ന അടുത്തുള്ള ചങ്ങായി വറക്കാണ് എന്താണല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം അത് ഒന്നെങ്കിൽ ഇത് വിദ്യാഭ്യാസം അത് റൈമിൻ്റെ അതിനെ ഞാൻ കളിയാക്കുന്നില്ല, എല്ലാവർക്കും ഇരിക്കുന്നതാണ്. പക്ഷേ പാർലമെന്റിൽ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ സ്പീച്ച് ചെയ്യാൻ പ്രശ്നമില്ല, നമുക്കറിയുന്ന ഭാഷയിൽ സ്പീച്ച് ചെയ്താൽ മതി. ഇംഗ്ലീഷ് തന്നെയാണെന്ന് ആരും പറയുന്നൊന്നുമില്ല. ഇപ്പോൾ ഷാഫി പറമ്പിൽ ഇംഗ്ലീഷ് അറിയും, അതുകൊണ്ട് ഷാഫി പറമ്പിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇംഗ്ലീഷിൽ. രാജ്മോഹൻ ഉണ്ണിത്താനും മലയാളത്തിലാണ് സംസാരിക്കല് കൂടുതലായിട്ടും. അപ്പോൾ എന്താണല്ലോ. ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. This is the land of Bhagat Singh. This is the land of Udham Singh, Shahid Udham Singh, who is popularly known as Ram Muhammad Singh Azad. ഓഹോ ഇപ്പോ റൈമിലെ ശബ്ദമൊക്കെ ഉയർന്നു. എന്തോ കാര്യമായ എന്തോ. ഞാനിങ്ങനെ ആരെയും കളിയാക്കുന്നതല്ല. ഓക്കെ, ഇത് എനിക്കൊരു ഫ്രണ്ട് അയച്ചെന്ന് റിയാക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇതിനിങ്ങനെ അല്ലാതെ വേറെ രീതിയിൽ എനിക്ക് റൈമിനെ വിമർശിച്ച് എനിക്ക് ഇതിന് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. ഇതിനെ ട്രോളിൽ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചിരിച്ചിട്ടൊരു കാര്യം റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്തൊരു കണ്ടന്റ്, ഒരു സ്ത്രീക്കുള്ള മറുപടി കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എൻ്റെ ക്യാരക്ടർ ഞാൻ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. Proudly I can say I am hail from Kerala, I am coming from Kerala, who is the land of Ayyana hero Wakam Abdul Qadir. So എന്താണ് റൈമിന് എന്താണ് സംഭവിച്ചത്? ആരെങ്കിലും ഒരു ഇരുമ്പിൻ്റെ സാധനം എന്തെങ്കിലും കൊടുത്താൽ നല്ലതെന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. അതായത് വിവരമുണ്ടാഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോ ഭ്രാന്ത് എന്തോ റൈമിനുണ്ട്. എന്താണ് റൈമേ? ഇടക്കിടക്ക് ഭയങ്കര ശബ്ദമൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. So I would like to again and again I would like to pray before honorable chair, you please insist him to withdraw the bill, and I am strongly condemn on this. എന്താണ് റൈമേ ഇത് ഇങ്ങനൊക്കെ പറഞ്ഞിട്ടും പിന്നെ മാധ്യമത്തിന് മുമ്പിൽ വരുന്നത്? ഓക്കെ, ഇന്ന് രാവിലെ റൈമിൻ്റെ വീണ്ടും ഒരു ഇംഗ്ലീഷ് ഉണ്ട് ഇന്ന് രാവിലെ. ഓക്കെ, അത് ഞാൻ കടക്കാം. അതിനു മുമ്പ് ഒരു യുവതിക്കുള്ള ആദ്യ മറുപടി. ഓക്കെ, ഈ യുവതി 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒന്ന് പിണറായി വിജയനെ പൊക്കുന്നതും മറ്റേത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കളിയാക്കുന്നതും. ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിലിനെ യുവതി കളിയാക്കുന്ന ഭാഗം ഞാൻ സൈഡിൽ വെച്ചുകൊണ്ട് അവൾക്കുള്ള മറുപടി കൊടുക്കാം. അതിനുശേഷം ബാക്കി നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇവൻ പിണറായി വിജയനെ രാജിവെപ്പിക്കാൻ നടന്നു അവസാനം ഇവൻ രാജിവെച്ച് ജയിലിൽ കിടക്കേണ്ട അവസ്ഥയാണിപ്പോൾ. എടി, ഒരു കാര്യം പറയുകയാണ്, ഇല്ലാത്ത പരാതി കൊടുത്തു കഴിഞ്ഞാൽ എനിക്കെതിരെ ഒരു സ്ത്രീ ഇല്ലാത്ത പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആരോപണം വരും, ചിലപ്പോൾ ജയിലിലും കിടക്കേണ്ടി വരും. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലൊന്നും കിടന്നിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇല്ലാത്ത പരാതി കൊടുത്തതാണ് നിന്റെ പിണറായി വിജയൻ. ഇലക്ഷനിൽ അയ്യപ്പൻ്റെ സ്വർണം കട്ട വിഷയം മുക്കാൻ വേണ്ടിയിട്ട് നിന്റെ പിണറായി വിജയൻ ഉണ്ടാക്കിയ പരാതി കൊടുത്തതാണ്. ആ കാര്യം നീ മനസ്സിലാക്കണം. ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. രാഹുലെ, നീ ചെയ്തതിനൊക്കെയും നിനക്ക് തിരിച്ചു കിട്ടും. എടോ വിജയ എന്ന് പറഞ്ഞ് നീ പരിഹസിച്ച് രാജിവെപ്പിക്കാൻ നടന്നില്ലേ? ആ വിജയനാണ് നീ കാരണം ക്രൂരത അനുഭവിച്ച ആ പെൺകുട്ടിയുടെ പരാതി ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ക്രൂരത അനുഭവിച്ച ഈ പെണ്ണ് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. വീട്ടിലൊരു ഭർത്താവുള്ള കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയാതെ ആ ഭർത്താവിനെ ചതിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് പ്രണയം സ്ഥാപിക്കുകയും അതിനുശേഷം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ നിങ്ങൾ പ്രണയിക്കണമെന്ന് ആ പെൺകുട്ടി പറഞ്ഞിട്ട് അതിനൊക്കെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചാറ്റ് ചെയ്തതൊക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് കൊടുക്കുകയായിരുന്നു. അത് നിനക്കറിയോടി? ആ കാര്യം നീ മനസ്സിലാക്കണം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആ പെണ്ണ് ചതിക്കുകയായിരുന്നു. വീട്ടിൽ ഭർത്താവുള്ള കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. പാവം രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈഫ് ലോങ് നിന്നെ ഞാൻ വിവാഹം കഴിക്കാമെന്ന് ഉറപ്പുണ്ടായിട്ടാണ് പാവം രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയാതെ ആ പെണ്ണിനോട് ശാരീരികമായി ബന്ധപ്പെട്ടത്. എന്തിനാണ് ശാരീരികമായി ബന്ധപ്പെട്ടത്? ജീവിതകാലം ലൈഫ് പാർട്ട്ണറാവും. ആ പെൺകുട്ടി ആ പെണ്ണ് വിളിച്ചതായിരിക്കും, വാ രാഹുലെ ശാരീരികമായി ബന്ധപ്പെട്ട് രാഹുലെ എന്ന് പറഞ്ഞിട്ട്. എന്താ അല്ലേ? അങ്ങനെ രാഹുലിനെ ആ പെൺകുട്ടി ചതിച്ചതാണ്. നീയൊക്കെ നിന്റെ പിണറായി വിജയൻ അതിനെ ഇങ്ങനെയാക്കി കേസ് കൊടുത്തതാണ്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന സംഘടനയ്ക്ക് കഴിഞ്ഞ 7 വർഷക്കാലമായി ആകെ ചെയ്യുന്ന പണി എന്ന് പറയുന്ന പൊതിച്ചോറാണ്. ആ വിതരണത്തിന് പിന്നിലൂടെ നടക്കുന്ന അനാശാസ്യ നിയമവിരുദ്ധ ഏർപ്പാടുകളെ പറ്റി ഈ വേദിയിൽ നിന്നുകൂടി പറയുന്നില്ല. നീ ഈ പറഞ്ഞതിനും ചെയ്തതിനുമുള്ളതാണ് ഇപ്പോൾ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെ ആവരുതെന്ന് മുൻപ് ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതും ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെ ആവണമെന്നല്ലേ, അത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയും ഷാഫി പറമ്പിലിനെ പോലെ ആവണം. അങ്ങനെ തന്നെ ഞാൻ പറയുകയാണ്. അല്ലാതെ നെറുകെട്ട ഭരണം നടത്തിയിട്ട് ജനങ്ങൾക്ക് എൻ്റെ വൃത്തികെട്ട ഭരണം മനസ്സിലാവുമെന്നറിയുമ്പോൾ കള്ളഗർഭം കൊണ്ടുവരുന്നതല്ല നല്ല ഭരണം. അത് നീ മനസ്സിലാക്കണം. 23കാരി എന്ന് പറയുന്ന പെണ്ണില്ല. ആദ്യ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ചതിച്ചത് ആ പെണ്ണാണ്.
എന്താ അല്ലേ, ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോടെ നിനക്ക്? എനിക്ക് തോന്നുന്നത് ഈ പെണ്ണിന് പൈസ കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ബോധമുള്ള ആരെങ്കിലും പിണറായി വിജയനെ പൊക്കി പറയോ? ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നമുക്ക് ബാക്കി കൂടി കേട്ട് നോക്കാം. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവനൊക്കെ ഏത് കാലത്താണ് നിർത്താൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ശ്രീ ഹാഷ്മി? ഗുണ്ടായിസം നടത്തുക, ക്രിമിനൽ ആക്ടിവിറ്റികൾ നടത്തുക, യമനൊക്കെ നടത്തുന്ന തോന്നിവാസങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഗാന്ധി തൊട്ട് നമ്മൾ ഓരോരുത്തരും നടത്തി വരുന്ന പ്രവർത്തനത്തെ പിന്നെ എന്ത് പേരിട്ട് വിളിക്കുക? ഇവനൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം, കൊടി പിടിച്ച ഉടനെ രാഷ്ട്രീയ പ്രവർത്തനമാവും ശ്രീ ഹാഷ്മി. അതുകൊണ്ട് ഇവരൊക്കെ നിർത്തണമെങ്കിൽ ആദ്യം ഇതൊക്കെ തുടങ്ങും. ആദ്യം ഈ കയ്യിൽ ഇപ്പൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് ആദ്യം പ്രവർത്തനം നിർത്ത്, എന്നിട്ട് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങും. ലൈംഗിക അതിക്രമ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിന് നീക്കം. ആദ്യം നീ നിന്റെ കയ്യിരിപ്പ് ശരിയാക്കു രാഹുൽ, എന്നിട്ട് മതി മറ്റുള്ളവർ ഉപദേശിക്കാൻ നടത്തുന്നത്. മൊട്ടയുടെ വാർത്തയാണ് കൊണ്ടുവന്നത്. എടി, നീ ഒരു പെണ്ണല്ലടി, നീ ഇത്തിരിയെങ്കിലും ചിന്തിക്കടി. നീ വിചാരിച്ചാൽ നീ എനിക്കെതിരെ നാളെ ഒരു പീഡനത്തിന് കേസ് കൊടുക്കുന്നു, ഞാൻ എന്തായാലും അകത്ത് പോകേണ്ടി വരും. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല മാധ്യമം നോക്കൂല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പോലീസ് ആരും നോക്കൂല, എന്നെ പിടിച്ച് അകത്തിടും. അങ്ങനത്തെ നിയമമാണ് നമ്മുടെ നാട്ടിൽ. എന്ത് ചെയ്യാനാണ്? പിന്നെ ഞാൻ നിരപരാധിയാണെന്ന് അറിയണമെങ്കിൽ 5-6 വർഷം എടുക്കും. കേസിൻ്റെ പിന്നാലെ ഓടി ഓടി ചത്ത് അവസാന നിമിഷം കോടതി ഞാൻ തെറ്റുകാരനല്ല എന്ന് പറയുമ്പോൾ ജനങ്ങൾ പറയും കോടതിയെ അപമാനിക്കും, അതിജീവിതയെ കോടതി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അതാണ് നമ്മുടെ കാലം. എന്ത് ചെയ്യാനാണ്? എന്താ അല്ലേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെ എന്തിനിങ്ങനെ പറയുന്നു എന്ന് എനിക്ക് പേഴ്സണൽ അറിയുന്നില്ല. പൈസ മേടിച്ചിട്ട് വീഡിയോ ഇടാതിരിക്കുമെന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, നമുക്ക് റൈം ഇന്ന് രാവിലെ വീണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ, റൈമിൻ്റെ പുതിയ ഇംഗ്ലീഷ് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ റൈം പറയുന്ന കാര്യം ഞാൻ സൈഡിൽ വെച്ച് തരാം. അതിനുശേഷം വീണ്ടും ഈ പെൺകുട്ടി പിണറായി വിജയനെ പൊക്കി പറയുന്നുണ്ട്. അതിനുള്ള മറുപടി കുറച്ച് കഴിഞ്ഞ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും റൈമിന് എന്താണ് ഇപ്പോൾ പറയാനുള്ളത് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഇനി വളരെ വിചിത്രമായ മറ്റൊരു കാര്യം, വേർ ഈസ് ദ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഓഫ് ലോക്സഭ? ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷത്തിൻ്റെ നേതാവ് എവിടെയാണ്? ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പ്രതിപക്ഷത്തെ നേതാവ് എവിടെയാണെന്നോ ഞങ്ങളോടാണ് ചോദിക്കുന്നത്. ഇവൻ്റെ അതായത് ഈ മൈക്ക് കൊണ്ടുപോയി നിങ്ങളൊരു ഗതികേട്, റൈമേ എന്തെങ്കിലും പറയുന്ന മൈക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടല്ലോ, ഭയങ്കരപ്പെട്ടൊരു ഗതികേടാണ്. ഓക്കെ, ഇവൻ്റെ ആരെങ്കിലും സംസാരിക്കാൻ കൊടുക്കുമോ? ഇവൻ എന്തെങ്കിലും സംസാരിക്കാൻ അറിയോ? ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. നോക്കൂ, 3 പ്രധാനപ്പെട്ട നിയമങ്ങളാണ് ഈ റൊട്ടി ചുട്ടെടുക്കുന്നത് പോലെ ഇന്നലെയും ഇന്നുമായി ചുട്ടെടുക്കാൻ വേണ്ടി യാന്ത്രികമായ ഭൂരിപക്ഷത്തിൽ BJP ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ഇൻഷുറൻസ് മേഖലയെ പൂർണ്ണമായും 100% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, വിദേശ നിക്ഷേപം അനുവദിക്കുന്ന നിയമം ഇന്നലെ പാസ്സായി കഴിഞ്ഞു. എന്താണ് റൈം, നിനക്ക് എന്താണ് പറ്റിയത്? നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് നീ പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അല്ല റൈമിനോട് എന്തിനാണ് അഭിപ്രായം ചോദിക്കുന്നത്? ആരാണ് റൈം? നമ്മുടെ മാധ്യമവും കണക്ക് തന്നെയാണ്, റൈമും കണക്ക് തന്നെയാണ് അല്ലേ? ഓക്കെ, ബാക്കി കൂടി കേട്ടോക്കാം. ഇത് മനരേഖ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനോപാധിയുടെ മേൽ ബുൾഡോസർ കയറ്റിയാണ് ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ നിയമം കൊണ്ടുവന്നത്. എവിടെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ? എവിടെ രാഹുൽ ഗാന്ധി? എവിടെ രാഹുൽ ഗാന്ധി എന്നാ? നിനക്ക് എന്തോ കേന്ദ്രം എന്തോ ഒരു ബില്ല് പാസ്സാക്കി, അതിന് രാഹുൽ ഗാന്ധി എവിടെയാണെന്ന് ചോദിക്കുകയാണ്. ഒരു കാര്യം പറയുകയാണ്, കേന്ദ്രം എന്തെങ്കിലും പാസ്സാക്കുന്നുണ്ടെങ്കിൽ, അതായത് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പാസ്സാക്കുന്നുണ്ടെങ്കിൽ അവിടെ വോട്ടെടുപ്പ് നടത്തും. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് BJP NDA സഖ്യം, അവരെല്ലാവരും സഖ്യമായിട്ട് ഇന്ത്യ സഖ്യത്തിനേക്കാൾ 10-35 സീറ്റ് കൂടുതലുണ്ട്. അപ്പോൾ എന്ത് ബില്ല് പാസ്സാകുകയാണെങ്കിലും അവരാണ് കൂടുതലുള്ളത്, അത് പാസ്സാവുക തന്നെ ചെയ്യും. അത് അവിടെ രാഹുൽ ഗാന്ധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ വലിയ ഈ പൗരത്വ നിയമ ഭേദഗതി അങ്ങനത്തെ ബില്ലൊന്നും പാസ്സാക്കാൻ പറ്റൂല. അല്ലാതെ ഇവിടെ എന്തോ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ തൊട്ടതൊക്കെ. അത് ഞാനൊരു കാര്യം പറയുകയാണ്, ഇപ്പോൾ ഈ ചെറിയ ബില്ല് പാസ്സാക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ അത് പാസ്സാക്കുക തന്നെ ചെയ്യും. ഈ റൈം എന്ത് പൊട്ടത്തരമാണ് പറയുന്നത്? ഓക്കെ, നമുക്ക് ബാക്കി കൂടി കേട്ട് നോക്കാം. രാഹുൽ ഗാന്ധി വിദേശയാത്രയിലാണ്. അദ്ദേഹത്തിൻ്റെ വിദേശയാത്രയൊക്കെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ ലീഡർ ഓഫ് ഒപ്പോസിഷനായി നിൽക്കുന്ന ഒരാൾ ഇത്രയും നിർണായകമായ രാജ്യത്തെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന 3 നിയമങ്ങൾ, എന്ത് രാജ്യത്തെ ജനങ്ങൾക്ക് മൊത്തത്തിൽ ബാധിക്കുന്ന, എന്താടാ ജനങ്ങൾക്ക് ബാധിക്കുന്ന? ഇപ്പോൾ പൗരത്വ നിയമം അങ്ങനെയുള്ള കാര്യം കൊണ്ടുവന്നാൽ രാഹുൽ ഗാന്ധി അവിടെ നിൽക്കുന്നുണ്ട്. ഇത് എന്തോ ചെറിയ കാര്യത്തിന് ഇവിടെ റൈം ഇങ്ങനെ കുരച്ചിട്ട് എന്ത് കാര്യമാണ് റൈമുള്ളത്? ഭയങ്കര എന്താണ് റൈമിന് മൈക്ക് കൊടുക്കുന്നവർക്കാണ് 2 കൊടുക്കേണ്ടത്. ഓക്കെ, ബാക്കി കൂടി കടന്നോക്കാം. വരുമ്പോൾ ആ 3 കരുനിയമങ്ങളിൽ മേലൊരു ഭേദഗതി കൊടുക്കാൻ, സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും പ്രൊട്ടസ്റ്റ് നേതൃത്വം കൊടുക്കാൻ എവിടെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ? അല്ലടാ, നീ ഇല്ലേ അവിടെ? നിനക്കൊന്നെങ്കിലും പറഞ്ഞൂടെ? എന്താണ് റൈമേ? നിന്നൊക്കെ വലിയ നേതാവാക്കിയ CPM കൊടുക്കേണ്ടത്.
ഓക്കെ, നമുക്ക് എന്തായാലും ആ പെൺകുട്ടി വീണ്ടും രംഗത്ത്. പിണറായി വിജയൻ വലിയൊരു മഹാനാണ്, പിണറായി വിജയൻ്റെ ഭരണം നല്ല ഭരണമാണെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. അതിനുള്ള മറുപടി കൂടി കൊടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, പിണറായി വിജയൻ ഗവൺമെന്റിനും LDFനും അഭിമാനിക്കാൻ പറ്റുന്ന ചില വിജയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഓ, ചില നല്ല എല്ലാം നീ അങ്ങ് പറഞ്ഞോ, എന്താണ് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, അവൾ പറയുന്നതിന് ഓരോന്നിനും ഞാൻ മർമ്മമായിട്ടുള്ള മറുപടി ഞാൻ കൊടുക്കാം. ഓക്കെ, നമുക്കൊന്ന് കേട്ട് നോക്കാം. അതേതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പിണറായി വിജയൻ ഗവൺമെന്റിനും ഇടതുപക്ഷത്തിനുമെതിരെ ഉണ്ടായ ഏറ്റവും വലിയ ആരോപണങ്ങളിൽ ഒന്നാണ് ശബരിമലയിലെ സ്വർണം കട്ട കേസ്. അല്ലേ ശബരിമലയിൽ അയ്യപ്പൻ്റെ സ്വർണം കട്ടിട്ടില്ലേ? സാധാരണക്കാരായ ജനങ്ങൾ വിശ്വസിക്കുന്ന ഇപ്പോൾ ഇവൾ ന്യായീകരിക്കുകയാണ്. പൈസ അല്ലാതെ ഞാനൊരു കാര്യം പറയുകയാണ്, സാധാരണക്കാരനായ ആരെങ്കിലും പിണറായി വിജയൻ്റെ ഈ പ്രവൃത്തിയെ ന്യായീകരിക്കോ? അയ്യപ്പൻ്റെ സ്വർണം കട്ടേന് ആരെങ്കിലും അതിനെ നല്ലതെന്ന് പറയോ? ഇവൾക്ക് ബോധമുണ്ടോ? ഓക്കെ, നമുക്ക് എന്താണ് ഇവൾ പറഞ്ഞു വരുന്നത് കേട്ട് നോക്കാം. അത് വെച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് UDF പ്രചരണം നടത്തിയത്. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ എന്ന ട്രെൻഡ് പാട്ടൊക്കെ ഇറക്കിയിട്ടായിരുന്നു ഇവരുടെ പ്രചരണം. അല്ലേടി, അതായത് നീ ഒരു പക്ഷേ നിരീശ്വരവാദിയായിരിക്കും, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ തോന്നുന്നത്. മതം വിശ്വസിക്കുന്നവർക്ക് അത് വലിയ പ്രശ്നമാണ്. അയ്യപ്പൻ്റെ സ്വർണം കട്ട എനിക്ക് ഇവിടെ തെറി വിളിക്കാനാണെന്ന് തോന്നുന്നു, പക്ഷേ ഞാൻ വിളിക്കുന്നില്ല. കേസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പണി കിട്ടുന്നുണ്ട്, അതുകൊണ്ട്. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം. എന്നിട്ട് എന്തായി? ശബരിമല ശ്രീധർമ്മ ശാസ്താവിന്റെ പുണ്യഭൂമി സ്ഥിതി ചെയ്യുന്ന വാർഡ് LDF ജയിച്ചു. ഓ, ഇതാണോ? ഒരു കാര്യം പറയുകയാണ്, അവിടെ ഒരു 19 വാർഡിൽ 18 തോറ്റിട്ട് ഒരു വാർഡ് ജയിക്കുകയാണ്. ഭാഗ്യത്തിന് ശബരിമലയിലെ മറ്റേ അയ്യപ്പൻ്റെ ആ ഒരു സൈഡിൽ ഇവർ വിജയിക്കുന്നു. 18 തോറ്റിട്ട് 1 ജയിക്കുന്നു. അത് എന്തോ ഒരു ഭാഗ്യത്തിന്. ഒരു പഞ്ചായത്തല്ലേ, ഒരു പഞ്ചായത്തിലാകുമ്പോൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവില്ല. അതിനെയാണ് ഇവൾ വലിയൊരു വാർത്തയായി കൊണ്ടുവന്നത്. ബാക്കി 18 തോറ്റത് ഇവൾ മുക്കി, 1 ജയിച്ചതിനാണ് ഇവൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുകയാണ്, പൈസ ഉണ്ടെങ്കിൽ എല്ലാവരും പൊക്കി പറയും. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. ചോറ് കഴിക്കുന്നവർ പിണറായി വിജയനെ പൊക്കി പറയും. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. അത് മാത്രമല്ല, അയ്യപ്പൻ ജനിച്ച മണ്ണായ പന്തളത്തെ നഗരസഭ BJPയുടെ കയ്യിൽ നിന്നും LDF അങ്ങ് തിരിച്ചു പിടിച്ചു. ആണോ? സത്യമാണോ നീ പറയുന്നത്? ആണോ? ഒരു കാര്യം പറയുകയാണ് ഞാൻ, അതായത് BJP നമുക്ക് എല്ലാവർക്കും അറിയുമല്ലോ എങ്ങനെ BJP എന്നുള്ളത്. അവിടെ BJP കാണിച്ച നെറികേട് കാരണം ആ ഏരിയയിൽ മുമ്പ് തന്നെ അങ്ങനെയാണ്. കോൺഗ്രസ് വലിയ ചിത്രത്തിലില്ലാത്ത ഒരു ഏരിയയാണ്, അങ്ങനെ ഉണ്ടാവുന്നല്ലേ ഏരിയയിൽ. അവിടെ ഈ പറയുന്ന LDF വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ സംഗതിയാണ്, വലിയ സംഭവമാക്കുന്നതാണ്. അതിനിങ്ങനെ വാർത്ത കൊടുക്കണം. എത്ര അടുത്ത് തോറ്റിട്ടുണ്ട്. എന്തിനു വേണം? കാസർഗോഡിൽ, അതായത് ചെങ്കോട്ട എന്ന് പറയുന്ന ഒരു 50 എന്നല്ല, ജനിച്ച എന്ന് പാർട്ടി രൂപീകരിച്ച അന്ന് മുതൽ LDF എന്ന് പറയുന്ന LDF കോട്ടയാണ്. LDFൻ്റെ ആരെന്നാലും LDF ജയിക്കുന്ന ഒരു മണ്ണാണ്. അവിടെ LDFൻ്റെ ഈ തുരി പോലും മണ്ണ് പോലുമില്ല. അതൊക്കെ നീ എന്തുകൊണ്ട് വിളിച്ച് പറയുന്നില്ല? ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം. എന്തോ അയ്യപ്പൻ ഇഷ്ടം കമ്മ്യൂണിസ്റ്റുകാരെയാണെന്ന് തോന്നുന്നു. ഓ, അയ്യപ്പന് ഇഷ്ടം കമ്മ്യൂണിസ്റ്റുകാർ. ഇവളെ കർണത്ത് കൊല്ലണം കൊടുക്കാനല്ലേ അയ്യപ്പൻ്റെ സ്വർണം കട്ടിട്ടും ന്യായീകരിക്കുകയാണ്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇനി വേണമെങ്കിൽ കുറച്ച് ഒച്ചത്തിൽ മറ്റേ പാട്ടങ്ങ് വെച്ചോ. ഏത്? സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണേ അയ്യപ്പ, മോഹം മാറ്റിയതാരപ്പ, സഖാക്കളാണേ അയ്യപ്പ. നല്ല അടിപൊളി പാട്ട് അല്ലേ? ഇത് നിനക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല, സാധാരണക്കാരായ വിശ്വാസികൾക്ക് പറഞ്ഞാൽ ഇത് മനസ്സിലാവും. ഓക്കെ, ഞാനൊരു കാര്യം പറയുകയാണ്. ഇപ്പോൾ എല്ലാ മതത്തിലും, മുസ്ലിം മതത്തിലായാലും ക്രിസ്ത്യൻ മതത്തിലായാലും ഈ പറയുന്ന ഹിന്ദു മതത്തിലായാലും ആരെങ്കിലും പറയുന്നുണ്ടോ ഹിന്ദു മതം നല്ല രീതിയിൽ ഹിന്ദുമത രാമായണമൊക്കെ അറിയുന്ന ഒരാൾ വർഗീയത പറയോ? ഒരിക്കലും പറയില്ല. മുസ്ലിം മതത്തിൽ എന്താണ് ഖുർആനിൽ ഉള്ളതെന്ന് ക്ലിയറായി അറിയുന്ന ഒരാൾ വർഗീയത പറയില്ല. അതേപോലെ ബൈബിളിലും അങ്ങനെ തന്നെയാണ്. അതായത് ഞാനൊരു കാര്യം പറയുകയാണ്, മതം നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന ഒരുത്തൻ്റെ വായിൽ നിന്നും വർഗീയത വീയൂല. ഒരുത്തനും മറ്റുള്ള മതക്കാരെ കൊല്ലണമെന്നും പറയില്ല. ഇങ്ങനെ പോലുള്ള നിരീശ്വരവാദികൾക്കാണ് ഇവിടെ പ്രശ്നമുള്ളത്. സത്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഏതെങ്കിലും ഒരു പള്ളിയിലച്ഛൻ്റെ അടുത്ത് നിങ്ങൾ പോവും, എന്ത് നല്ല രീതിയിൽ സംസാരിക്കും. ഏതെങ്കിലും ഒരു സ്വാമിയുടെ അടുത്ത് നിങ്ങൾ പോവും, എന്ത് നല്ല രീതിയിൽ സംസാരിക്കും. അതേപോലെ ഉസ്താദന്മാർ, ഇവർ 3 പേരും ഒരു തെറ്റും ചെയ്യുന്നില്ല. തെറ്റ് ചെയ്യുന്നത് എന്താണ്? നിരീശ്വരവാദിയും മതം എന്ന് തലക്ക് പിടിക്കുന്ന ഇവറ്റകളാണ് പ്രശ്നം വരുന്നത്. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇനി അടുത്തത്, പിണറായി വിജയൻ ദുരിതാശ്വാസ നിധി മുക്കിയേ, പാവങ്ങളെ പറ്റിച്ചേ, വീട് വെച്ച് കൊടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞു നടന്നില്ലേ. ഏത്? നമ്മുടെ ചൂരൽമലയെ. അവിടെയും LDF ആണ് ജയിച്ചത്. ഓ, ആണോ? അതിൻ്റെ കാരണം നമുക്കൊന്ന് കേട്ട് നോക്കാം. അതായത് ഞാനൊരു കാര്യം പറയുകയാണ്, ഞാനും നിങ്ങളും അയച്ചു കൊടുത്ത പൈസ പിണറായി വിജയൻ മുക്കി.
മണ്ണിനടിയിൽ മരിച്ചുപോയ കുടുംബങ്ങളുണ്ടല്ലോ, ആ കുടുംബങ്ങളിൽ 1-2 പേർ, ഇപ്പോൾ ഒരു വീട്ടിൽ 6 പേരുണ്ടെങ്കിൽ 5 പേർ മരിച്ചുപോയി, ഒരുത്തിയാണ് അതിൽ ഉള്ളത്. അവൾക്ക് വേണ്ടി അവൾക്ക് നിങ്ങൾ വീട് വെച്ച് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാനും നിങ്ങളും അയച്ചു കൊടുത്ത, പിണറായി വിജയൻ അയച്ചു കൊടുത്ത പൈസ പിണറായി വിജയൻ മുക്കുകയാണ്. അതിന് ഇവൾ ന്യായീകരിക്കുകയാണ്. അവിടെ ഒരു പഞ്ചായത്ത് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് 20 വാർഡിൽ 19 തോറ്റു, ഒരിടത്ത് ജയിച്ചു, അതിന് ഇവൾ പറയുകയാണ്. ഓക്കെ, ബാക്കി കൂടി കിടത്താം. നിങ്ങൾ എത്രയൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാലും ജനങ്ങൾ അതൊന്നും ചെവിക്കൊള്ളില്ല എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ചൂരൽമലയിലെ വിജയം. കാരണം അവർക്ക് വേണ്ടതൊക്കെ ഈ ഗവൺമെന്റ് നൽകുമെന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. അതിപ്പോൾ നൽകാനാണ് 3 മാസത്തോടെ പിണറായി വിജയൻ പടിയിറങ്ങും. ഇനി എപ്പോഴാണ് നൽകുന്നത്? അതായത് ഒരു കാര്യം പറയുകയാണ്, ഇപ്പോൾ പിണറായി വിജയനും സംഘവും വലിയൊരു പ്ലാനഡാണ്. ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായ മുസ്ലിം സ്ത്രീകളെയും ഹിന്ദു സ്ത്രീകളെയും ക്രിസ്ത്യൻ സ്ത്രീകളെയും വെച്ചിട്ട് വീഡിയോ ഇറക്കുകയാണ്. അതായത് പിണറായി വിജയനെ പൊക്കി ഇങ്ങനെ പറയിപ്പിക്കുകയാണ്. 4 വോട്ട് കിട്ടിയാലൊന്നും. കമൻറ്റ് ബോക്സ് ഓഫാണ്. കമൻറ്റ് ബോക്സ് ഒന്നും ഓൺ ചെയ്യാം, തള്ളക്കും കിട്ടുന്നുണ്ട്. സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് അറിയുമല്ലോ എന്താണ് സത്യമെന്ന്. അവറ്റകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവറ്റകൾക്ക് ഇതെന്താണ് സംഭവിച്ചത്? പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും വിളിച്ച് പറയുന്നതാണ്. ഞാനൊരു കാര്യം പറയുകയാണ് പിണറായി വിജയനോട്, നിങ്ങൾ എത്ര പെൺകുട്ടികളെ ഇറക്കിയിട്ട് ഒരു കാര്യം, ആൺകുട്ടികളെ ഇറക്കുന്നില്ല. ആൺകുട്ടികൾ അങ്ങനത്തെ കാര്യത്തിൽ നിൽക്കുന്നില്ല. പെൺകുട്ടികളാണ് മൈന്. 1 ലക്ഷം തരാമെന്ന് പറഞ്ഞ് ഒരു 10 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്ത് പ്രശ്നം? പൈസ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ പൊന്നാര പ്രേക്ഷകരോട് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ ഒന്നും കാണണ്ട. ജനങ്ങൾ, നിങ്ങളിപ്പോൾ നമുക്ക് എന്തെങ്കിലും ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇവിടെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നുണ്ട്? പിണറായി വിജയൻ അങ്ങനെ ആക്കിയിട്ടില്ലേ ഭരണം? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിത്വം നമുക്ക് എത്രയും പെട്ടെന്ന് തെളിയണം. അതിനുശേഷം പിണറായി വിജയൻ ഈ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇല്ലാതാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ ബൈ.